ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യൻറ്റിനെ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനെ ഒരു വിഷയം അത് ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ കരുതുന്നിടത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ്, ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഏതായാലും ഉറപ്പാണ്, സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം. സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 2021 സൗജന്യ ക്ലെയിം, അതായത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ ഒരു കേസാണ്. അപ്പോൾ 2021 2.5 ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത്. 2.5 ലക്ഷം ആളുകൾക്കാണ് സൗജന്യ ചികിത്സ കൊടുത്തിരുന്നത്. 2024 ആയപ്പോഴേക്കും അത് 6.5 ലക്ഷമായി. 3 വർഷം കൊണ്ടുള്ള വർധനമെന്ന് നോക്കിക്കേ, എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്യുപ്മെൻറ്റ് പർച്ചേസിനൊക്കെ പല നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ.